മരുന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ഈ അയൽക്കൂട്ടത്തിലൊക്കെ പോകുന്ന ചേച്ചിമാർ പറയും നല്ല കാന്താരിമുളകിൻ്റെ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ അത് മതിയാവുന്നു. ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ സംഭവം ഇതാണ്. ഒരു അധ്യാപകർ തമ്മിലുള്ള വാശിയും തർക്കവും ദേഷ്യവും ഒക്കെ തീർക്കാനായിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതം ബലിയാടാക്കിയ ഒരു സംഭവം 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു. നിങ്ങളതെല്ലാം അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അധ്യാപകർ തമ്മിലുള്ള ദേഷ്യം, അതിലൊരു അധ്യാപിക, ആ സ്ത്രീ അവരൊരു സ്ത്രീയാണ്. ആ അധ്യാപകനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് കണ്ടെത്തിയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വെറും +1 എന്ന് പറഞ്ഞാൽ ഒരു 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ജീവിതം എന്തെന്ന് പോലും അറിയാൻ പ്രായമാകാത്ത ഒരു കുട്ടി. അപ്പം ഈ പെൺകുട്ടി ഒരിക്കലാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് അപസ്മാരം ഉണ്ടാവുകയും ആ അപസ്മാരം ഉള്ളത് കൊണ്ട് ഈ പെൺകുട്ടി ഫിക്സായിട്ട് അവരുടെ സ്കൂളുകളിൽ വീഴുകയും ചെയ്തിരുന്നു. സ്കൂളിൽ വീണു. അപ്പോൾ ഈ പെൺകുട്ടി ഇതേ തുടർന്നിട്ട് കുറച്ച് നാൾ ചികിത്സയിലും അങ്ങനെ ഈ പെൺകുട്ടി വീട്ടിലായിരുന്നു, സ്കൂളിൽ വന്നില്ല. അപ്പോൾ ഈ അധ്യാപകയ്ക്കാണെങ്കിൽ നല്ല ഒരു സാഹചര്യം മുതലെടുത്ത് ഈ അധ്യാപകൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, മാനസികമായിട്ടല്ല ശാരീരികമായിട്ടും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ആ സ്കൂൾ മുഴുവൻ ഇവർ പറഞ്ഞ് പകർത്തി. അങ്ങനെ ഈ പെൺകുട്ടിക്ക് സ്കൂളിൽ വരാറായി. ആ പെൺകുട്ടിയുടെ ഒരു എന്താ പറയുന്നത്, അത്ര മോശം ഒരു ഇത് കാരണം ആ പെൺകുട്ടി പഠനം ഉപേക്ഷിച്ചു. അപ്പം ഈ അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹോൾഡുള്ള ഒരു അധ്യാപികയായിരിക്കും. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്യുമോ. പണ്ട് കാലത്ത് ഒരുപാട് ടീച്ചർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ തേടി പിടിച്ച് ആ കുട്ടികൾക്കുള്ള പുസ്തകവും അതുപോലെ പേനയും പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കും. പിന്നെ അന്നത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വടി മാത്രം മതിയായിരുന്നു നമുക്ക് തലതെറിച്ച് പോകാത്ത ഒരു തലമുറ ഉണ്ടാകാനായിട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ തല്ലാനും ഒക്കത്തില്ല. തല്ലിക്കഴിഞ്ഞാൽ പ്രശ്നം. അത് പിന്നെ വേറെ ഹ്യൂമൻ റൈറ്റ് അതുപോലെയുള്ള കാര്യങ്ങളായി. കാലം ഒരുപാട് മാറി. പക്ഷേ ഇത്തരത്തിലുള്ള ഈ അധ്യാപിക ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തത് എന്തിനാ? നമ്മുടെ ഈ സമൂഹത്തിൽ ആർക്കും എന്തും ആരോടും ചെയ്യാമോ? ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട കാര്യം മാത്രമല്ലേ ഉള്ളൂ. അതിൽ ഒരു എന്താ പറയുന്ന വളരെ നിസ്സഹായമായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് ഈ അധ്യാപകയ്ക്ക് എന്തവർക്ക് കിട്ടി? അവരുടെ ജീവിതത്തിൽ അവർ ശരിക്കും എന്ത് നേടി? ഈ അധ്യാപിക എന്നൊരു കാര്യത്തിന് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും അധികം വിലയുള്ള ഒരു പ്രൊഫഷനാണ് അധ്യാപനം. അതായത് കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക, അവരെ നേർവഴിക്ക് നയിക്കുക, അവരുടെ വളർച്ച കണ്ട് സന്തോഷിക്കുക. ഇതൊക്കെയാണ് ആ അധ്യാപകർക്ക്, ഇതൊക്കെ മൂലമാണ് അധ്യാപകർക്ക് ആണെങ്കിൽ വളരെയധികം സമൂഹം വില കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അധ്യാപകരുണ്ടാവുക എന്ന് പറഞ്ഞത് വളരെയേറെ നാണം കേടാണ്. ആ ഒരു പ്രൊഫഷന് തന്നെ ഈ ഒരു അധ്യാപിക വളരെയധികം നാണംകേടാണ്. അവർക്ക് എന്തൊരു മരുന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ഈ അയൽക്കൂട്ടത്തിലൊക്കെ പോകുന്ന ചേച്ചിമാർ പറയും നല്ല കാന്താരിമുളകിൻ്റെ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ അത് മതിയാവുന്നു. ശരിക്കും അവർക്ക് അതാണ് വേണ്ടത്. എന്നുവെച്ചാൽ അവരറിയണം ആ വിഷമം എന്തുവാന്ന്. അവർക്കും ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളും ഉണ്ടാവത്തില്ല, അവരുടെ വീട്ടിൽ മക്കളായിട്ട് ആരെങ്കിലും ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞിട്ടാണോ ഇവരുടെ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്നത് എന്ന് വളരെ അധികം കഷ്ടമുണ്ട്. പക്ഷേ എനിവേ ന്യൂസ് ഇമ്പാക്റ്റിനെയൊക്കെ തുടർന്ന് ഇവർ ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു. PTA-കാർക്കൊക്കെ ചെയ്യാവുന്നതൊക്കെ ഇവർ ചെയ്തു. ആരും ഇവരെ സഹായിച്ചില്ലെന്നല്ല, ഈ പെൺകുട്ടിക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുത്തു. എനിവേ അവസാനം അവർ പോക്സോ കേസ് അവർക്കെതിരെ ചാർത്തി അവരെ അതിൽ പ്രതിയായി. ഇവരുടെ അധ്യാപനം കൊണ്ട് ഇവരെന്ത് നേടി? ഇവർ ശരിക്കും ഈ വാശിയും വൈരാഗ്യവും എല്ലാം വെച്ചിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരെന്ത് നേടി? ഇവർക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞു? ഇവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ഇവരുടെ ജീവിതത്തിൽ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എത്രയോ ആളുകൾ അവരുടെ അധ്യാപകരെയൊക്കെ ദൈവം പോലെ കണ്ട കാലങ്ങളുണ്ടല്ലേ. ആ കാലം എല്ലാം തീർന്നു. ഈ ന്യൂസ് കേട്ടപ്പോൾ വളരെയധികം കഷ്ടം തോന്നി. ആ പെൺകുട്ടി ഇതിനെല്ലാം അതിജീവിച്ച് അവൾ എന്താ പറയുന്ന അവരുടെ ഒരു പഠനം പുനരാരംഭിക്കട്ടെ. ഈ ഒരു വാശിക്ക് അവളുടെ ലൈഫിൽ അവൾ ഒരുപാട് ഉന്നതത്തിലേക്ക് എത്തട്ടെ. ഇത്ര നിസ്സഹായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ഇന്ധനമായിട്ടെങ്കിലും ഈ സംഭവം മാറട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.